ഇടുക്കി കാഞ്ചിയാർ പഞ്ചായത്തിന് മുൻപിലെ ക്യാൻസർ രോഗിയായ വീട്ടമ്മയുടെ നിരാഹാര സമരം 2 ദിവസം പിന്നിട്ടു. PMAY പദ്ധതി പ്രകാരം ലഭിച്ച വീടിന് പഞ്ചായത്ത് പെർമിറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് കോഴിമല സ്വദേശി വീണ ഷാജിയുടെ നിരാഹാര സമരം. ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയനാണ് ചേരുന്നത് വിവരങ്ങളുമായി. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഇത്തരത്തിലൊരു വീട് ലഭിക്കുന്നു, അപ്പോൾ ഒരു പെർമിറ്റ് നൽകാനുള്ളത് എന്താണ് അതിലൊരു പ്രശ്നമായി പറയുന്നത്? കൃഷ്ണ, ന്യായമായിട്ടുള്ള ഒരു സമരമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യമേ തന്നെ പറയുകയാണ്. PMAY പദ്ധതി പ്രകാരം വീട് ലഭിച്ചു. ഇവർക്ക് മാത്രമല്ല, മറ്റു 3 പേർക്ക് കൂടി ആ പദ്ധതി പ്രകാരം വീട് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്കൊന്നും ഈ കോഴിമല ഭാഗത്ത് പെർമിറ്റ് നൽകാൻ പഞ്ചായത്ത് തയ്യാറായിട്ടില്ല. കാരണം വനംവകുപ്പിന്റെ ഒരു തടസ്സവാദമാണ്. ഇതുവരെ NOC കൊടുത്തിട്ടില്ല. അവിടെ വീട് പണിയാൻ അനുമതി വേണമെങ്കിൽ വനംവകുപ്പിന്റെ NOC വേണമെന്നാണ് ആ പഞ്ചായത്ത് പറയുന്നത്. കാരണം അത് വില്ലേജ് BTRൽ ഈ പറയുന്ന പ്രദേശം തേക്ക് പ്ലാന്റേഷൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആദിവാസി സെറ്റിൽമെന്റ് ഭൂമിയാണ്. അതുകൊണ്ട് ജനറൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വീട് വെക്കാൻ അവിടെ അനുവാദം കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. എന്തായാലും ഇവർക്ക് വീട് അനുവദിച്ചു, എന്നിട്ടും യാതൊരു തരത്തിലും പഞ്ചായത്തിന് എന്തുകൊണ്ട് ഈ പെർമിറ്റ് കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. അതിന് കാരണം വനംവകുപ്പാണ്. എന്തായാലും 3ാമത്തെ ദിവസമാണ് ഈ ചേച്ചി നിരാഹാര സമരം ഇരിക്കുന്നത്. ഇന്നലെ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു. അതിനുശേഷവും ഇവിടെ നിരാഹാര സമരം തുടരുകയാണ്. ആരെങ്കിലും ബന്ധപ്പെടുകയോ എന്തെങ്കിലും വാഗ്ദാനങ്ങൾ നൽകുകയോ ചെയ്തു? ആരും ബന്ധപ്പെട്ടിട്ടില്ല, ആരും വാഗ്ദാനങ്ങളും നൽകിയിട്ടില്ല. ഞാൻ ഇന്ന് രാത്രിയിലും പകലുമായിട്ട് 3 ദിവസമായിട്ട് ഇവിടെ ഇരിക്കുന്നു. ഞാൻ 50 വർഷമായിട്ട് താമസിക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലത്തിനാണ് 3 സെന്റ് സ്ഥലത്തിനാണ് ഞാൻ കൈവശരേഖ ചോദിക്കുന്നത്. എനിക്ക് ഇതുവരെ ആരും ഒന്നും എന്നോട് വന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ 22 കുടുംബങ്ങളുണ്ട്. 5 വർഷമായിട്ടും പെര പൊളിച്ചിട്ടേക്കുന്നത്. ആ 22 കുടുംബക്കാർക്കും പെര വേണം. ഇത് ഞങ്ങളുടെ ആവശ്യമാണ്. ഞങ്ങളുടെ അവിടെ സെറ്റിൽമെന്റ് അല്ല. സെറ്റിൽമെന്റ് രാജാവെന്ന് പറയുന്ന ഒരു വ്യക്തി ഇല്ല അവിടെ. കാരണം ഈ ജനാധിപത്യ രാജ്യത്ത് എവിടെയാണ് നമുക്ക് രാജാവുള്ളത്? ഒരു വ്യക്തിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ DFO കൊണ്ടുവന്ന് പഞ്ചായത്തിൽ ഞങ്ങൾക്ക് പെര വേണ്ടെന്നുള്ള സ്റ്റേ ഓർഡർ കൊടുക്കുവാണോ ചെയ്യേണ്ട? ഞങ്ങളും ഇവിടുത്തെ ജനങ്ങളല്ലേ, ഞങ്ങൾക്കും അവകാശപ്പെട്ടതല്ലേ? അദ്ദേഹത്തിൽ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. ഇവർ ഒരു ക്യാൻസർ രോഗി കൂടിയാണ്. ഈ ചേച്ചി വീണ ഷാജി എന്ന് പറയുന്ന ചേച്ചി. അവർക്ക് അതിന്റേതായിട്ടുള്ള ആരോഗ്യ ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൂടി പരിഗണിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ തലത്തിൽ ഒരു ഇടപെടലെങ്കിലും അടിയന്തരമായി ഉണ്ടാകേണ്ടതാണ്. ശരി, രോഗബാധിതയായ വ്യക്തിക്ക് എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ പഞ്ചായത്ത് ആ ഒരു പെർമിറ്റ് കൊടുക്കേണ്ടതാണ്. അത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുമെന്ന് കരുതുന്നു. രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.